നമസ്കാരം. ദേശീയ പാതയോര വിധിയിൽ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. കോടതിയെ കുഴിയിൽ ചാടിച്ചത് പൊതുമരാമത്ത് വകുപ്പ് തന്നെ. അതിനുള്ളത് ഇന്ന് കിട്ടി, നാളെയും കിട്ടാനിരിക്കുന്നു. NH വിജ്ഞാപനത്തെപ്പറ്റി വിജ്ഞനായിരുന്ന വകുപ്പ് മന്ത്രി കോടതിയുടെ കണ്ണുകെട്ടിയത് എന്തിനെന്നാണ് ചോദ്യം. PWDയുടെ ഭാഗം പറയേണ്ട അഭിഭാഷകൻ എന്തുകൊണ്ടാണ് മിണ്ടാതിരുന്നത്? കോടതി വിധിയിൽ വ്യക്തതയില്ലെങ്കിൽ അവ്യക്തത നീക്കാൻ ആവശ്യപ്പെടാഞ്ഞതെന്തുകൊണ്ട്? ഒന്നിനും ഉത്തരമില്ല. അതുകൊണ്ടാണ് കോടതിയുടെ ചുമലിൽ കയറി വേണോ ബാർ ഉടമകൾക്ക് വേണ്ടി വെടിപൊട്ടിക്കുന്നത് എന്ന് നീതിപീഠം നിറയൊഴിച്ചത്. തുറന്ന ബാറുകൾ നാളെ ഉച്ചവരെ താഴിട്ട് പൂട്ടണമെന്നും കോടതി ഉത്തരവിട്ടു. കോടതിയെ കുരങ്ങ് കളിപ്പിച്ചവർക്കുള്ള ശിക്ഷ പഴിപറച്ചിലിൽ ഒതുക്കരുത്. അതിന് മുതിർന്നവർ അണിയറയിൽ നിന്ന് അരങ്ങ് നിയന്ത്രിക്കരുത്. കാരണം നീതിപീഠത്തെ മുൻനിർത്തിയാണ് നിയമലംഘനത്തിന്റെ പാത വെട്ടിയത്. ആ പാത അടച്ചുപൂട്ടണം നാളത്തെ ഉത്തരവിലൂടെ കേരള ഹൈക്കോടതി. ബാറുടമകൾക്ക് പിന്നിൽ ഒളിച്ചിരുന്ന് കോടതിയെ കബളിപ്പിച്ചത് എക്സൈസ് പൊതുമരാമത്ത് മന്ത്രിമാരോ എന്ന സംശയം ഉയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. കേരള ഹൈക്കോടതി പൊട്ടിത്തെറിച്ചത് സർക്കാരിനെ സംശയ നിഴലിലാക്കിക്കൊണ്ടോ? 2. വിജ്ഞാപനത്തിന്റെ കാര്യം വ്യക്തമാക്കാഞ്ഞത് പൊതുമരാമത്ത് വകുപ്പ് ഒത്തുകളിച്ചതുകൊണ്ടോ? 3. വിധി കിട്ടിയ ഉടൻ നടപ്പാക്കാനോടിയ എക്സൈസ് വകുപ്പിന്റെ കൂറ് ബാറുടമകളോടോ? 4. കോടതിയെ കബളിപ്പിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കോടതി തന്നെ കണ്ടെത്തേണ്ടേ? 5. വകുപ്പ് മന്ത്രിമാർ ഉത്തരവാദിത്തമേൽക്കാത്തത് കൂട്ടായെടുത്ത തീരുമാനമായതുകൊണ്ടോ? 6. ബാറുടമകളുടെ നഷ്ടം നികത്താനുള്ള ബാധ്യത എന്തിന് സർക്കാർ ഏറ്റെടുക്കണം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. കോടതിയെ കബളിപ്പിച്ചതാര് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM നേതാവ് M. നൌഷാദ് MLA, ഹൈക്കോടതി അഭിഭാഷകൻ PA മുഹമ്മദ് ഷാ, കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ, ബാറുടമ VM രാധാകൃഷ്ണൻ എന്നിവർ. അതിഥികളിലേക്ക് പോകും മുൻപ് ഒരിടവേള.